അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. നല്ല വലിയ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതും ഏകദേശം ഫുള്ളൊക്കെ ആയിരുന്നു. നമ്മളിന്ന് ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടത്തേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. കുന്നിൻ്റെ താഴെ അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അവിടത്തേക്ക് KSRTC ബസ്സിൽ മാത്രമാണ് പ്രവേശനം. ഒരാൾക്ക് 70 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇന്ന് ലീവ് ദിവസമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. പക്ഷേ KSRTC ബസ് റെസ്റ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷട്ടിൽ സർവീസ് ചെയ്യുന്നതുകൊണ്ട് അധികം നേരമൊന്നും ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. 70 രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇവിടുന്ന് താഴ്ന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് അവിടുന്ന് KSRTC ബസ്സിൽ തിരിച്ചു വരാം. കുന്നിൻ്റെ മുകളിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അപ്പോൾ ഇതാണ് KSRTC ബസ്, കർണാടകേൻ്റെ KSRTC ബസ്. കുന്നിൻ്റെ മുകളിലേക്ക് വെറും 5-6 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഒരു ബസ് വരുമ്പോൾ മറ്റേ ബസ് സൈഡാക്കി വെച്ചതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ 5-6 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം കുന്നിൻ്റെ മുകളിലെത്തി. കുന്നിൻ്റെ മുകളിലും അതുപോലെ തന്നെ ബസ്സിൽ നമ്മൾ വരുമ്പോഴും ഉള്ള സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ കുന്നിൻ്റെ മുകളിൽ വർഷത്തിൽ ഭൂരിഭാഗം സമയം കോട മൂടിയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ വരുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 4-4:30 മണി വരെയാണ് പ്രവേശനമുള്ളൂ. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സീനറിയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ അവിടുന്ന് പ്രസാദ കഞ്ഞിയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ബന്ദിപ്പൂറിൻ്റെ ഒരു ഭാഗം തന്നെ ആയതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസിനെ ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് ഇവിടുത്തെ രഥഘോഷയാത്രക്കുള്ള രഥമാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഇവിടെ രഥോത്സവം നടക്കാറ്. പിന്നെ ഇവിടെ മുകളിൽ നല്ല കാറ്റാണ്. ഏത് നട്ടുച്ച സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അടിക്കുക. പിന്നെ നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം അവിടെ ചിലവഴിക്കാൻ പറ്റും. ഇന്ന സമയത്ത് തിരിച്ച് KSRTC ബസ്സിൽ ഇറങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയം അവിടെ ചിലവഴിച്ചിട്ട് നമുക്ക് തിരിച്ച് അവിടെ നിന്നുള്ള ബസ്സിൽ കയറിയിട്ട് താഴേക്ക് പോകാം. നമ്മൾ പോയ സമയത്ത് അവിടെ ചുറ്റുമുള്ള കുന്നിൻ്റെ മുകളിലൊക്കെ മൊത്തം മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ കുറേ ദൂരെയായിരുന്നു. ചില സമയത്തൊക്കെ ക്ഷേത്രത്തിന് അടുത്തൊക്കെ ആനകളും മാൻകൂട്ടങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് 4770 അടിയോളം ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഗോപാലസ്വാമി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. അവിടെ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിർമ്മിച്ച വാസ്തുവിദ്യകളൊക്കെ നമുക്ക് അത്ഭുതത്തോടെ അല്ലാതെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചില സമയത്തൊക്കെ നല്ല കോടയും നല്ല കാറ്റും ഉണ്ടാവുമേ. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ചുറ്റും ഇതേപോലെ വല കെട്ടിയിട്ടുണ്ട്. അത് വന്യമൃഗങ്ങളൊക്കെ അകത്തേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തു നിന്നായാലും അതുപോലെ തന്നെ താഴെ റോട്ടിൽ നിന്നായാലും നല്ല ഫോട്ടോഗ്രാഫ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.